ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു തിരുവെഴുത്ത് വായിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ തിരുവെഴുത്ത്. ആകാശത്തിലെ നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും പ്രകാശം കൊടുക്കാതെയാകും. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയില്ല. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. ബൈബിളിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവ ഇരുണ്ടു പോകുന്നതിനെ കുറിച്ച് പല പ്രവചനങ്ങളും കാണാം. ഇത് വെറും പ്രകൃതിയിലെ ഒരു സംഭവത്തെക്കുറിച്ചല്ല. പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ ന്യായവിധിയും കാലത്തിൻ്റെ മാറ്റത്തെയും കർത്താവിൻ്റെ ദിവസത്തെ സൂചിപ്പിക്കുന്ന ഭാഷയാണ്. പ്രധാനമായി ജ്യോതിർഗോളങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഉൽപ്പത്തി 1:16 പറയുന്നു, ദൈവം 2 വലിയ ജ്യോതിർഗോളങ്ങളെ ഉണ്ടാക്കി. വലിയ ജ്യോതിർഗോളം പകലിനെ വാഴേണ്ടതിനും ചെറിയ ജ്യോതിർഗോളം രാത്രിയെ വാഴേണ്ടതിനും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യൻ്റെ ദൈവങ്ങളല്ല, അവയെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അതുകൊണ്ട് അവയുടെ പ്രകാശം പോലും ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ്. ജ്യോതിർഗോളങ്ങൾ മറയുന്നത് ന്യായവിധിയുടെ ഒരു അടയാളമാണ്. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തമായി മാറും. യഹോവയുടെ മഹത്വവും ഭയങ്കരമായ ദിവസം വരുന്നുവെന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ഇവിടെ ആകാശത്തിലെ പ്രകാശത്തിന്റെ മാറ്റം കർത്താവിൻ്റെ ദിവസത്തോടും ന്യായവിധിയോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ തൻ്റെ ശക്തിയിലും സമ്പത്തിലും സ്ഥാനത്തിലും ആശ്രയിച്ചാലും അവസാനം ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് ഇത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ വെളിച്ചം അണയാം, എന്നാൽ ദൈവത്തിന്റെ വെളിച്ചം അണയുകയില്ല എന്ന് യെശയ്യാപ്രവാചകൻ പറയുന്നു. സൂര്യൻ ഇനി നിന്റെ പകലിന്റെ വെളിച്ചമായിരിക്കുകയില്ല, ചന്ദ്രന്റെ പ്രകാശം നിന്നെ പ്രകാശിപ്പിക്കുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ തിരുവെഴുത്തിൽ കാണുന്നു. ഇതാണ് ഏറ്റവും മനോഹരമായ സത്യം. സൃഷ്ടിക്കപ്പെട്ട വെളിച്ചങ്ങൾ ഒരു നാളെ ഇല്ലാതെയാകും, എന്നാൽ സൃഷ്ടാവായ ദൈവം തന്നെയാണ് നിത്യപ്രകാശം. അതുകൊണ്ട് പുതിയ നിയമത്തിലും ഇതേ സന്ദേശം തന്നെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കാലങ്ങളിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:29 വായിക്കുന്നു, ആ ദിവസങ്ങളിലെ കഷ്ടത കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയാവും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീണുപോകും. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ ക്രമം ശാശ്വതമല്ല, ഈ ലോകത്തിൻ്റെ പ്രകാശം ശാശ്വതമല്ല, ഈ ലോകത്തിൻ്റെ മഹത്വം ശാശ്വതമല്ല. എന്നാൽ അവസാനത്തിൽ എന്താണ് അവശേഷിക്കുന്നത്? ബൈബിളിൻ്റെ അവസാനത്തിൽ നാം അത്ഭുതകരമായ ഒരു കാഴ്ച കാണുന്നു. വെളിപ്പാട് പുസ്തകം 21:23 വായിക്കുന്നു, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ല, ദൈവത്തിൻ്റെ മഹത്വം അതിനെ പ്രകാശിപ്പിച്ച് നിർത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വം അതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന വചനത്തിൽ ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള തേജസ്സിനെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എല്ലാം താൽക്കാലികം മാത്രമാണ്. ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകാം, എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം ഒരിക്കലും അണയുകയില്ല. ദൈവത്തിൻ്റെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുകയില്ല. ലോകത്തിൻ്റെ ചന്ദ്രനും നക്ഷത്രങ്ങളും മങ്ങും, ലോകത്തിൻ്റെ മഹത്വം കടന്നുപോകും, എന്നാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം എന്നേക്കും നിൽക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ആകാശത്തിലെ നക്ഷത്രഗോളങ്ങൾ മറഞ്ഞു പോകുന്ന ഒരു ദിവസം വന്നാലും ദൈവമക്കൾ ഭയപ്പെടുകയില്ല. കാരണം നമ്മുടെ വെളിച്ചം സൂര്യനല്ല, നമ്മുടെ വെളിച്ചം ക്രിസ്തുവാണ്. സൂര്യനില്ലാതായാലും അവനുണ്ടാകും, ചന്ദ്രൻ പ്രകാശിക്കാതിരുന്നാലും അവൻ പ്രകാശിക്കും, നക്ഷത്രങ്ങൾ വീണാലും അവൻ്റെ വാഗ്ദത്തങ്ങൾ മാറുകയില്ല, അത് വീഴുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആ നിത്യമായ പ്രകാശത്തിൻ്റെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അവർക്ക് അനുഭവിപ്പാനായിട്ട് വരട്ടെ. ഈ കാണുന്ന ലോകമെല്ലാം മാറുമെന്നും ഒരിക്കൽ ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള പദ്ധതികളെ കാണുവാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ്.
അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ആ ഉൾക്കാഴ്ചയും ഹൃദയദൃഷ്ടിയുടെ പ്രകാശം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.